ഇതിനെ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണം കട്ടു അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളും കേസുകളും ആ സമയത്താണ് ഏതൊക്കെ കള്ളന്മാരാണ് അവിടെ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലായത്. പക്ഷെ ആ സ്വർണത്തിന്റെ വാർത്തകളൊക്കെ ഇങ്ങനെ ആ കൊള്ളയുടെ വാർത്തകളൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഹൈക്കോടതി ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കെ ആ സമയത്താണ് പിണറായി എന്ത് ചെയ്യുന്നത്, ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത്. ആ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. പിണറായിയുടെ ഇരട്ടത്തപ്പിനെ കുറിച്ച് ചർച്ചകൾ വന്നു. CPM എന്ന് ഞാൻ പറയുന്നത് CPM സ്നേഹിക്കുന്ന അത്തരം ആളുകളൊക്കെ തന്നെ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടായി. പക്ഷെ ആ അയ്യപ്പ സംഗമത്തിൽ പോലും എന്താണ് കൊടും കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഒരു കണക്കിലും ശരിയായ കണക്കുകളില്ല. നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപ എഴുതിയെടുത്തു എന്നത് ഉൾപ്പെടെയുള്ള കൊടും കള്ളക്കണക്കുകളാണ് പുറത്തു വരുന്നത്. അതായത് എത്ര വലിയ കേസ് വന്നാലും പോകുന്ന പോക്കിൽ ഞങ്ങൾ അങ്ങ് അടിയോടെ വാരി പോവുകയാണ് എന്നുള്ള നിലയിലാണോ അവർ പ്രവർത്തിക്കുന്നത്? തീർച്ചയായും പാർത്ഥൻ പറഞ്ഞതുപോലെ തന്നെ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള വലിയ വാർത്തയായി. ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരും CPM സഹയാത്രികരും അടക്കമുള്ളവർ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന കാഴ്ച, ചിലർക്ക് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം കിട്ടിയൊക്കെ പുറത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം, ഈ ശബരിമല എന്ന് പറയുന്നത് ഭക്തർക്ക് വലിയൊരു വികാരമാണ്. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളായ ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, അതോടൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തുനിന്ന് ആളുകളടക്കം ഇവിടെ മണ്ഡല മകരമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ വരാറുണ്ട്. അവിടെയാണ് ഈ ഭക്തരെ ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ ഭക്തരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് ആഗോള അയ്യപ്പ സംഘം നടത്തുക, സ്പോൺസർമാരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തുക എന്നതായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടത്. എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായ കണക്കുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തു വരിക. ഞാൻ വായിക്കുമ്പോൾ ടാക്സി വാടക 10,57,000 രൂപ, ഡീസൽ 7,44,000 രൂപ, 4,000 പേർക്ക് പ്രഭാത ഭക്ഷണം 4,20,000 രൂപ, ഉച്ചഭക്ഷണം 8.5 ലക്ഷം രൂപ, വൈകിട്ട് ചായ 2 ലക്ഷം, രാത്രി ഭക്ഷണം 4.5 ലക്ഷം. അതായത് ഭക്ഷണം കഴിച്ച കണക്ക് മാത്രമാണ്. ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രിക്ക് കട്ടിലിനും മെത്തയ്ക്കും വേണ്ടി ചിലവായത് 1,11,365 രൂപ. സ്വർണത്തിന്റെ കട്ടിലാണോ? അതാ ഞാൻ നോക്കുന്നത്. ഒരു രാത്രി കടക്കാൻ മുഖ്യമന്ത്രിക്ക് ചിലവായതാണ് 1,11,365 ലക്ഷം രൂപ. ആഗോള അയ്യപ്പ സംഗമത്തിന് ആകെ ചിലവായത് 10,99,00,000 രൂപയാണ് ആകെ ചെലവായത്. 10 കോടിക്ക് മുകളിൽ 11 കോടിയുടെ അടുത്ത തുക ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായി എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ ആഗോള അയ്യപ്പ സംഗമം 11 കോടി രൂപ ചെലവഴിച്ച് നടത്തിയിട്ട് ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? കേരളത്തിലെ അയ്യപ്പ ക്ഷേത്രങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാരിന് ഒരു വലിയ ഇരുട്ടടിയാണ് അയ്യപ്പ സംഗമം സമ്മാനിച്ചത്. കാരണം അയ്യപ്പ സംഗമത്തിന് ശേഷമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. നമുക്കറിയാം, ആദ്യഘട്ടങ്ങളിൽ ചില അലയൊലികളൊക്കെ വന്നപ്പോൾ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് പറഞ്ഞത് ഇത് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷമാണ് യഥാർത്ഥ അയ്യപ്പ ശാപം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ലഭിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഞാൻ അതിൽ ചെറിയൊരു കൂട്ടിച്ചേർക്കൽ ചേർത്തോട്ടെ. അതായത് ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ട് മുൻപേ തന്ത്രിയൊക്കെ പങ്കെടുത്ത അയ്യപ്പ സംഘമാണല്ലോ. തന്ത്രിയെ വിളിക്കുന്നു, തന്ത്രി ഭയങ്കരനാണെന്ന് പറയുന്നു. അപ്പൊ ഇവരെല്ലാം ഒരു കച്ചവടക്കാരാണ്. അപ്പം ഇതിനു മുമ്പ് ഇത് കറക്കമ്പനിയാണ്. അപ്പൊ ഇത് നടക്കുന്നതിന് മുമ്പ് ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ വിഷയവുമായി ബന്ധപ്പെട്ട് ചില നേതാക്കന്മാർക്കൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു. വീടുകളിൽ പ്രശ്നം ഉണ്ടാകുന്നു, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു, സ്വസ്ഥതയില്ല, സ്വൈര്യമില്ല. അങ്ങനെ തളിപ്പറമ്പിലെ ഒരു പ്രമുഖ ജ്യോത്സ്യന്റെ അടുത്ത് ഒരു പ്രമുഖമായിട്ടുള്ള ആള് പോവുകയും, അത് എം ഇ ഗോവിന്ദ മാഷല്ല, എം ഇ ഗോവിന്ദ മാഷ് തലപ്പറമ്പിലെ ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് പയ്യന്നൂരിലെ ജോത്സ്യന്റെ അടുത്ത്, തലപ്പറമ്പല്ല പയ്യന്നൂരിലെ ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് പയ്യന്നൂരിലെ ജോത്സ്യന്റെ അടുത്ത് എം ഇ ഗോവിന്ദ മാഷ് പോയി നിൽക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതല്ല, വേറെ ഒരു പ്രമുഖ നേതാവിന് വേണ്ടി വേറൊരു ആൾക്കാർ പോവുകയും അവിടെ ചില പ്രശ്നങ്ങളൊക്കെ വെച്ചപ്പോൾ ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുമായി ബന്ധപ്പെട്ട് വലിയ ശാപം കുടുംബത്തിനുണ്ട്, അത് പരിഹരിക്കണം എന്നുള്ള നിലയിലേക്ക് കുറെ കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു. അതിന് എന്താണ് പരിഹാരം എന്ന് പറഞ്ഞപ്പോൾ ഇവർ എഴുതി കൊടുത്തതാണ് എന്ത്, പ്രസാദമൂട്ട്, അന്നമൂട്ടുക. അതായത് ഈ ശാപം ഫലിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, നമുക്ക് കോപമുണ്ടെങ്കിൽ ഈ മറ്റുള്ള മനുഷ്യന്മാർക്ക് അന്നദാനം നടത്തിയാൽ, മൃഗങ്ങൾക്ക് അന്നദാനം നടത്തിയാൽ, അത് മീനോട്ടെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ നമ്മുടെ ആ പാപകർമ്മങ്ങൾ എന്ത് ചെയ്യും, വിഘടിച്ചു പോകും. അതാണ് പറയുന്നത്. അപ്പൊ ഇതേ ആൾക്ക് വേണ്ടിയിട്ട് മലപ്പുറത്ത് ഉള്ള ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യോത്സ്യനെ മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ വിളിപ്പിച്ച് അവിടുത്തെ ചില ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ വെച്ച് അദ്ദേഹവും കൊടുത്ത ചാർത്തിൽ ഇതേപോലെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത്.
ഈ രണ്ട് ചാർത്തുകളുണ്ട്. അതുകൊണ്ടാണ് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തിയതെന്നും ആ ശബരിമല അയ്യപ്പ സംഗമം പാപകർമ്മങ്ങൾ ഒടുങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെയാണ് പുറത്ത് വന്ന ചില എന്താണ് കിംവദന്തികൾ. അപ്പൊ നമ്മളോട് തെളിവ് ചോദിച്ചാൽ നമ്മുടെ കയ്യിലില്ല. പക്ഷെ അത് കിംവദന്തികളായിട്ട് തന്നെ ഇരിക്കട്ടെ, നമുക്കറിയില്ല. അതിനുശേഷം എന്തായാലും അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പ സംഗമം നടത്തിയ കൂട്ടത്തിൽ അയ്യപ്പ സംഗമം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്നുള്ള സ്ഥലത്തിലേക്ക് നിതിൻ പറഞ്ഞതുപോലെ എന്താണ് പിന്നെയാണ് ഘോഷയാത്ര വരുന്നത്. അയ്യപ്പന് അത് ചെയ്തതോ പോട്ടെ, അത് കഴിഞ്ഞിട്ട് ആ പാവം തീർക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് ഉടായ്പ നടത്തുക കറക്കമ്പനികൾ. അപ്പൊ എങ്ങനെയുണ്ട്? അതാണ് വന്നത്. തുടരാം, ഞാൻ പറഞ്ഞു. അതായത് ഈ പാർത്ഥൻ പറഞ്ഞതിൽ വെച്ച് അവസാനിപ്പിച്ച് തുടങ്ങാറ്. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ അടുത്ത ആഴ്ച ഓരോ നേതാക്കന്മാരുടെ ജയിലിൽ പോകും. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. അപ്പോഴും CPM പേടിച്ചിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി തീരുമല്ലോ, പോറ്റിയായിട്ട് പാർട്ടിക്ക് വന്നല്ലോ. പിന്നെയാണ് വാസുവിലേക്ക് അന്വേഷണം പോകുന്നു, പത്മകുമാർ പോകുന്നു, മുരാരി ബാബു പോകുന്നു. അവസാനം തന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാഹചര്യത്തിലേക്കല്ല. ഇപ്പോഴും സുപ്രീം കോടതി പറഞ്ഞത് മുൻകൂർ ജാമ്യമായിട്ട് ഇവിടേക്ക് വരിക വേണ്ടെന്ന്. ഈ കേസിനകത്ത് മുൻകൂർ ജാമ്യം എന്ന വിഷയം ഉദിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താ ഒരു കോടതിയും കൊടുക്കാൻ പറ്റില്ല, മുൻകൂർ കൊടുത്തിട്ടില്ല. അതായത് സുപ്രീം കോടതി പറഞ്ഞു ഇനി മുൻകൂർ ജാമ്യാപേക്ഷയായിട്ട് ഈ കേസിനകത്ത് സുപ്രീം കോടതിയിലേക്ക് വരണ്ട. അതായത് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം ഇല്ല എന്ന് പറയുമ്പോൾ ഇനിയും കള്ളന്മാർ വരാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPM-നെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. യുവതീ പ്രവേശത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ കയ്പുനീർ ഇപ്പോഴും CPM-നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എന്തായാലും ഞാൻ പറയല്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കയറ്റി എന്ന ഗാനമാണ് CPM-ന്റെ അടിവേരറുത്തത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നൊരു ഭയം CPM-നുണ്ട്. അത് അയ്യപ്പ കോപം മറയ്ക്കാൻ അല്ലെങ്കിൽ അയ്യപ്പ കോപം ഇല്ലാതാക്കാൻ CPM നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇനിയും ആഗോള അയ്യപ്പ സംഗമം പോലത്തെ പല കർമ്മങ്ങൾ നടത്തിയാലും അത്ഭുതപ്പെടാനില്ല, പലരെയും തള്ളിപ്പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല. അതായത് കഴിഞ്ഞ ദിവസം VN വാസവൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നപ്പോൾ എനിക്കൊന്നും അറിയില്ല, ഒക്കെ ദേവസ്വം ബോർഡാണ്. അതായത് ദേവസ്വം ബോർഡിന് തലയിട്ട് രക്ഷപ്പെടാനാണ് ശ്രമം. അല്ല, ഈ ദേവസ്വം ബോർഡ് നടത്തിയത് പരിപാടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാർ പറഞ്ഞിട്ട്, പ്രമുഖ നേതാക്കന്മാർ പറഞ്ഞിട്ട്, മുഖ്യമന്ത്രി സ്വയം താല്പര്യമെടുത്ത് നടത്തിയ പരിപാടിയാണ്. തീർച്ചയായും മുഖ്യമന്ത്രി വരുന്നു, മുഖ്യമന്ത്രി ശബരിമല അയ്യപ്പനെ പറ്റി എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? എനിക്ക് ആ വാക്കുകൾ ഇപ്പൊ ഓർമ്മയില്ല. ഒരു പിന്നെ ഭഗവത്ഗീതയിലോ ഏതൊരു വചനം അദ്ദേഹം ഉദ്ധരിച്ചിരുന്നു. അങ്ങനെ വചനമൊക്കെ അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വന്നിട്ട് വചനമൊക്കെ പിന്നെ എന്താണ് ഭഗവത്ഗീതാ വചനമൊക്കെ പറയുന്നത് ആദ്യമായിട്ട്. അങ്ങനെ നടന്ന് ഈ കേരളത്തിലെ പ്രമുഖന്മാരായിട്ടുള്ള എല്ലാ മുതലാളിമാരെയും അവിടെ കൊണ്ടുവന്നു. എന്തിനാണെന്നറിയോ? ഈ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് നിക്ഷേപം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഏതെങ്കിലും ഒരാൾ ശബരിമലയ്ക്ക് വേണ്ടി നിക്ഷേപം ഇത്ര പൈസ തന്നു എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? ഇത്രയും ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് 10 കോടി രൂപ പാവപ്പെട്ടവന് കാണിക്കയിടുന്ന പൈസ ഒരു നാണവും ഇല്ലാതെ പൊടിച്ചു കളഞ്ഞിട്ട്, ഞാൻ ചോദിക്കട്ടെ, ഇതിനെ 20 മെത്തക്ക് 20 ലക്ഷം രൂപയ്ക്ക് ബില്ലിടുക എന്ന് പറഞ്ഞാൽ 20 മെത്തക്ക് 20 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ മെത്തക്കും കട്ടിലും മാത്രം 2 ലക്ഷം എടുത്ത് പൈസ. ഇത് എങ്ങനെയാണ്? ഇതെന്താ സംഭവിക്കുന്നത് ഇവിടെ? എന്നിട്ടും ഈ ആളുകള് എന്താണ് ഇപ്പം ഇന്ന് അനിൽകുമാർ പറയുന്നത് കേട്ടു, CPM-ന്റെ ആരാണ് ഓഡിറ്റ് നടത്തിയത്, ആരാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയത്? ഓഡിറ്റ് നടത്തിയത് ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. അരിബ് ആ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കാര്യം പോക്കാ. സത്യസന്ധമായി ഇയാൾ ഇത് നടത്തിയപ്പോ ഇയാൾ തന്നെ ആലോചിച്ചു, ഇയാൾക്ക് ഭ്രാന്തായതാണോ ഇത് മൊത്തം കിട്ടുന്നില്ല. കാരണം ഇങ്ങനത്തെ കളിയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, ഇത്തരത്തിലൊരു കണക്ക് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം എന്ത് പരിപാടിയെങ്കിലും ആട്ടെ, ഒരു ചെറിയ ഉത്സവം നടത്തിയിട്ടായാലും ഇത്രത്തോളം പണം കട്ടെടുക്കണമെങ്കിൽ ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. ഇവരപ്പോ അത് എത്രത്തോളം കട്ടിട്ടുണ്ടാവും? അത് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. ശബരിമലയിൽ നമുക്കറിയാം, ഒരു മണ്ഡല മകരവിളക്ക് സീസൺ നട തുറക്കുമ്പോൾ മാസപൂജ മാറ്റിവെക്ക് എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തണം. നിലയ്ക്കൽ മുതൽ പമ്പ വരെ എല്ലാ സ്ഥലത്തും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതൊന്നും പെർമനന്റ് അല്ല, താൽക്കാലികമായി സ്ഥാപിക്കുന്നതാണ്. എല്ലാത്തിനും ശബരിമലയിൽ ടെൻഡർ വിളിച്ചിട്ടാണ് കച്ചവട സ്ഥാപനം, ഒരു വള വെക്കുന്ന കച്ചവടത്തിന് വരെ ശബരിമലയിൽ ടെൻഡർ വിളിച്ചിട്ടാണ്. ഇതിൽ ഇത്രയും കാലം എത്ര കോടിയുടെ അഴിമതി നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ ആരന്വേഷിക്കും? എങ്ങനെ പുറത്തു വരൂ? അതുമാത്രമല്ല, ശബരിമലയിലേക്ക് പൂജയ്ക്ക് വാങ്ങുന്ന പുഷ്പങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലേക്ക് കളഭം വാങ്ങുന്നതുമായി, നെയ്യ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 10 പൈസയുടെ ഒരു സാധനം ശബരിമലയിൽ വാങ്ങിയാൽ അതിൽ 2 പൈസ കമ്മീഷനായി പോകുന്നുണ്ടെന്നാണ്. ശബരിമലയിലെ ആളുകൾ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ള, ശബരിമലയിൽ ഒരു ജീവനക്കാരൻ 10 പൈസ കക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 8 പൈസ മറ്റൊരാൾക്കും കൂടി പങ്ക് കിട്ടുന്നുണ്ട്. ഒരുത്തൻ വിചാരിച്ചാൽ ഇത് നടക്കുന്നില്ല. ഇതിൽ നേരത്തെ പാർത്ഥൻ പറഞ്ഞാൽ ഈ കറക്ക് കമ്പനി മൊത്തം വിചാരിച്ചാൽ മാത്രമേ, ഇതിൽ താഴെത്തട്ടുള്ള അടിച്ചു വാരുന്നതും തൊട്ട് ഏറ്റവും മുകളിലത്തെ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ മാത്രമേ ഇതിൽ സുഗമമായി കക്കാൻ പറ്റൂ. അല്ല, ഞാൻ അതിൽ വേറെ കാര്യം ഇവിടെ, ഈ CPM-ന്റെ ഭരണമാണല്ലോ ഇപ്പോൾ ഉള്ളത്. കാലങ്ങളായിട്ട് ഇവിടെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലോ. ഇവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറാൻ ഞങ്ങൾ സമരം നടത്തിയിട്ടാണ് കിട്ടിയത്, അത് ഇല്ലാത്തതാണെന്നുള്ള അതിൽ വാദിച്ചു വരുമ്പോൾ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ പറയാം. പക്ഷേ
ഞാൻ ചോദിക്കുന്നത്, ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഇവിടുത്തെ ദേവസ്വം പിന്നെ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ VIP പരിപാടി ഉള്ളത്. തീർച്ചയായും VIP പരിപാടി VIP-കൾക്ക് പണം കൊടുക്കാതെയും പോകാം. ഇനി പണം കൊടുത്ത് കൂടുതൽ പണം കൊടുത്ത് 2000-ഓ 1500-ഓ പൈസ അടച്ചാൽ അവനെ പെട്ടെന്ന് കയറ്റും. ബാക്കിയുള്ള ആൾക്കാർ മൊത്തം ക്യൂ നിന്നിട്ട് ആരെ കാണണം? ഭഗവാനെ കാണണം. എന്തുകൊണ്ടാ പിണറായി വിജയന്റെ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഇത്രയും കാലം ഭരിച്ചിട്ടും ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മാത്രം ഈ മലബാർ ദേവസ്വം ബോർഡ് മുതൽ ഇങ്ങോട്ട് എല്ലാ ക്ഷേത്രങ്ങളും ഭരിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് ആരാണ്? CPM അല്ലേ? എന്നിട്ട് ഇത് നിർത്തലാക്കാൻ കഴിഞ്ഞോ? ഇത് നിർത്തലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഓരോ ദേവസ്വം ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടുത്തെ സെക്യൂരിറ്റിക്കാരുടെ നിലപാടെന്താ? സെക്യൂരിറ്റി പോലീസുകാരെ കാട്ടും വലിയ ആൾക്കാരാ. കാരണം ഇത് ഇവന്റെ തറവാട്ട് വകയുള്ള ഏതോ സ്ഥലത്ത് നമ്മൾ അതിക്രമിച്ച് കയറി പോയാൽ പട്ടാളക്കാര് ഒരു പാകിസ്ഥാനിയോട് പെരുമാറുന്ന പട്ടാളക്കാര് ഇന്ത്യക്കാരനോട് പെരുമാറുന്ന പോലെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലടക്കം ഈ ദേവസ്വം നിയോഗിച്ച ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ പെരുമാറ്റം. അതാണ് പിടിച്ചു തള്ളുകയാണ്, പിടിച്ചു ഉന്താണ്. ഇവനൊക്കെ ആരാണ് ഭക്തന്റെ ശരീരത്തിൽ കൈവെക്കാൻ മാത്രം? ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇത് അവരുടെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു എന്താണ് ഈ കറക്കുന്ന പശു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളെ പാർട്ടി ഓഫീസ് പോലെ ആക്കാൻ കേരളത്തിലെ ഭക്തജനങ്ങൾ അനുവദിക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡായാലും ശരി, അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രമായാലും ശരി, വൈക്കം ക്ഷേത്രമായാലും ശരി, കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങളൊക്കെ ധാരാളം പണം വരുന്ന ക്ഷേത്രങ്ങളാണ്. ഇവിടെ നിന്നൊന്നും പണം കട്ടുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഓഡിറ്റിംഗ് ഒന്നും നടക്കുന്നില്ല. ഒരു യാഥാർത്ഥ്യമാണ്. പേരിന് മാത്രമാണ് ഓഡിറ്റിംഗ് നടക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. 1000 കോടി വരുമാനം, അതിന് മുകളിൽ വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല. അതിൽ ഇവര് പൈസ എണ്ണിയിട്ട് പറയാണ് 1000 കോടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1000 കോടി 1500 കോടി കിട്ടിയിട്ട് 500 കോടി മുക്കിയിട്ട് 1000 കോടിയാണ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവര് തന്നെ നിയമിച്ച ജീവനക്കാര്, താൽക്കാലിക ജീവനക്കാര്. പണം എണ്ണാൻ ഓരോ മണ്ഡല മകരവൽക്ക സീസണിലും താൽക്കാലിക ജീവനക്കാരെ ദേവസ്വം ബോർഡാണ് നിയമിക്കുന്നത്. ആ ദേവസ്വം ബോർഡ് ജീവനക്കാരെ നിയമിക്കുക. ലോക്കൽ സെക്രട്ടറിയുടെ ഏരിയ സെക്രട്ടറിനെ കത്തില്ലാത്ത ഒരുത്തനെ ശബരിമല സന്നിധാനത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കോ? ഇല്ലല്ലോ. ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരാണ് ഈ പണം എണ്ണുന്ന ആളുകൾ. ഞാൻ പറയുന്നത്, അതായത് പണം എണ്ണുന്നവർ മുഴുവൻ കള്ളനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശബരിമല ക്ഷേത്രത്തിൽ നടന്ന കൊള്ളയിൽ എല്ലാവർക്കും തുല്യ പങ്കാളിത്തമുണ്ട്. ഇത് ഒരാൾ അറിയാതെ ശബരിമലയിൽ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ കൊള്ള നടത്തില്ല. അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടന്നതിൽ കൊള്ളയിലും എല്ലാവർക്കും ഇതിന്റെ വിഹിതം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഒരു താഴെത്തട്ടുള്ള ജീവനക്കാരൻ മുതൽ ഏറ്റവും മുകൾ തട്ടുള്ളവൻ വരെ അറിയാതെ മെത്ത വാങ്ങുന്നതിൽ അഴിമതി നടത്തണമെങ്കിൽ മെത്ത വാങ്ങാൻ പോയ ആൾ മുതൽ ഇതെന്തായാലും മുഖ്യമന്ത്രി നേരിട്ട് പോയിട്ട് കിടക്കൻ കട്ടിലും വാങ്ങിക്കൊണ്ടിരില്ലല്ലോ. ഇത് വാങ്ങാൻ പറഞ്ഞു വെച്ചാലല്ലേ ബില്ലിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അവനും കിട്ടിയില്ല കമ്മീഷൻ. ഇത് വലിയൊരു കറവ് പശയാണ് ശബരിമല. സ്വന്തം കീഴിലുള്ള ഈ കറക്ക് കമ്പനിയെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത പിണറായി വിജയനെ ഇരട്ടച്ചങ്കെന്ന് വിളിക്കുന്നതിൽ എന്തോ എനിക്കറിയില്ല. എന്ത് കണ്ടിട്ടാണ് ഇരട്ടച്ചങ്കെന്ന് ഇവർ വിളിക്കുന്നത്? കാരണം കേരളത്തിലെ ശബരിമല ക്ഷേത്രം അല്ലെങ്കിൽ ഒരു സംഘപരിവാറുകാരനോ ഒരു കോൺഗ്രസുകാരനോ മാത്രം വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമല്ല. കേരളത്തിലെ CPM നേതാക്കന്മാരുടെ മക്കൾ മാലയിട്ട് മലയ്ക്ക് പോകാറില്ലേ? സംസ്ഥാന നേതാക്കന്മാരുടെ മക്കൾ പോകാറില്ലേ? മക്കൾ പോകാറുണ്ട്. ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയുള്ള ആളുകളൊക്കെ ശബരിമലയ്ക്ക് പോകാറുണ്ട്. ശബരിമല ക്ഷേത്രം ഇവിടെ ഇവിടെ CPM എന്ന് പറയാറുണ്ട്, മതേതരത്വത്തിന്റെ പ്രതീകമായി എരുമേലി ബാബര് സ്വാമിയുടെ മുന്നിൽ പോയി പേട്ടതുള്ളിയാണ് ശബരിമലയിലേക്ക് പോകരുമ. കേരളത്തിലെ മതേതരത്വത്തിന്റെ പ്രതീകമാണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ മതേതരത്വത്തിന്റെ പ്രതീകമായ ശബരിമല ക്ഷേത്രം പൊന്മുട്ടയിടുന്ന ഒരു താറാവിനെയായിരുന്നു. പക്ഷെ ആ താറാവിനെ നിർഭാഗ്യവശാൽ ഒറ്റയടിക്ക് മുട്ട മുഴുവൻ പിഴിഞ്ഞെടുക്കാൻ നോക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ പറയില്ലേ, ശബരിമല അയ്യപ്പന്റെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തു പറയേണ്ടി വന്നതും ഇത്രത്തോളം വലിയൊരു അന്വേഷണം നടത്തുക. ഈ ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് കമ്മീഷൻ കുറിപ്പ് അദ്ദേഹം വരെ ഈ കാട്ടുകൊള്ള നടത്തി. അതിനുശേഷം വന്ന ജഡ്ജ് ഒരു സത്യസന്ധനും യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നവനും അയ്യപ്പ ഭക്തനായതുകൊണ്ട് മാത്രമാണ് ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് ചെറിയൊരു കാര്യം. കോടതിയുടെ മേൽനോട്ടത്തിലല്ല ഈ അന്വേഷണം നടക്കുന്നെങ്കിൽ ഇപ്പോൾ പത്മകുമാർ ഒന്നും ജയിലിൽ പോകുന്ന ഒരു പ്രശ്നമില്ല. പത്മകുമാർ ഇപ്പൊ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊരു സീറ്റായി പത്തനംതിട്ടയിൽ മത്സരിച്ച MLA ആളാ. പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ കേസ് അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അല്പം ഭയവും പേടിയൊക്കെ ഉള്ളത്. ഇല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് അവർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ കൃത്യമായി അറിയാമായിരുന്നു. എന്തായാലും ഈ ശബരിമല ധാരപാലക ശില്പവും കട്ടിലപ്പാളയും ഒക്കെ വലിയ വിവാദമായി ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് പ്രത്യേക അന്വേഷണ സംഘം സമാന്തരമായി ED കൂടി അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇനി CPM മുഖ്യമന്ത്രിയും എന്ത് പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കും? പക്ഷേ മുഖ്യമന്ത്രി വിഷയത്തിലൊന്നും ഇനിയിപ്പോ 2 ദിവസത്തെ വാർത്താ സമ്മേളനം ഒന്നും ഉണ്ടാവില്ല. ഈ അനിൽകുമാറിനെ പോലുള്ള ആളുകളൊക്കെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ന്യായീകരിക്കാന്നല്ലാതെ ഔദ്യോഗികമായി ഒന്നും പറയില്ല. വാസവും പറയും. എന്നോട് ചോദിക്കേണ്ട പ്രശാന്തിനോട് ചോദിച്ചോ. പ്രശാന്ത് ആയിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന്. പ്രശാന്ത് ഇപ്പോൾ ഒരു Facebook പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പോസ്റ്റിൽ പറയുന്നത് മാധ്യമങ്ങൾ കളവ് പറയാന്ന് 3 കോടി രൂപയുടെ അടുത്താണ് ചെലവായെന്നൊക്കെ പറഞ്ഞ്
അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ തന്നെ കേരളം നാളുകളിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ അഴിമതി. യഥാവിധിയിൽ ഇതും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം, അന്വേഷണം നടത്തണം. ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തിന്റെ അടുത്ത് രൂപയ്ക്ക് കട്ടിൽ വാങ്ങിയ കട്ടിൽ കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. എന്തായാലും ആ കട്ടിൽ കിടന്ന മുഖ്യമന്ത്രി ഒരു ദിവസം രാത്രി കിടക്കാൻ അദ്ദേഹം രാത്രി അവിടെ താമസിച്ചിരുന്നു. അല്ല, എനിക്കറിയില്ല, അന്ന് അവിടെ നിന്നിരുന്നു എനിക്കറിയില്ല. എന്തായാലും ആ കട്ടിൽ വിശ്രമിക്കാനായിരിക്കും ചിലപ്പോൾ. 1.25 ലക്ഷത്തിന്റെ കട്ടിൽ വിശ്രമിച്ച മുഖ്യമന്ത്രിയെ 2 കൈകൂട്ടി നമിക്കുകയാണ്. പാവങ്ങളുടെ പടത്തലവനാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി കിടക്കുന്ന കട്ടിലിന്റെ വില 1.25 ലക്ഷം. അദ്ദേഹത്തിന് നടക്കാൻ ആ ഗസ്റ്റ് ഹൗസ് അതുകൂടി ഉണ്ട്. ഗസ്റ്റ് ഹൗസിനകത്ത് മുഖ്യമന്ത്രിക്ക് നടന്നു പോകാനുള്ള ചുവപ്പ് പരവതാനി വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത്.